ആണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി ട്ടാ. 3 ഫേസ് ഡയറക്റ്റ് ചോദിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ ചോദിക്കുക ഹൗ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ക്രിയേറ്റഡ് ഇൻ ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് സിംഗിൾ ഫേസിന്റെ എഴുതിയാൽ ഒരു ഗുണമുണ്ട്, 2 ഫേസ് മാത്രമേ കാണിക്കണ്ടൂ. ഇതാണ് സിംഗിൾ ഫേസിന്റെ റൊട്ടേറ്റിംഗ് അല്ലെ. ഇത്രേ ഉള്ളൂ. 3 ഫേസ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഫേസിലെ സിഗ്നലും കൂടി വരും. 3 ഫേസ് ഇല്ലേ, 3 ഫേസ് 1, ഫേസ് 2, ഫേസ് 3 അത് പഠിക്കേണ്ട വരും. വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത്. അപ്പൊ വരക്കാൻ എങ്ങനെയുള്ള ഒരു മെത്തേഡ് പറയാം. പല മെത്തേഡ് ഉണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് വേറെ മെത്തേഡ് കിട്ടും. എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. ആദ്യം നിങ്ങൾ 3 കളറുള്ള പെന്നോ അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്യാം ട്ടാ. അപ്പൊ ആദ്യം നമുക്ക് ഫേസ് 1 സാധാ സൈൻ വേവ് വരക്കുക. ഫേസ് 1 കുറച്ച് വലുപ്പത്തിൽ തന്നെ വരക്കുക. 3 ഫേസ് വരക്കുന്നതാണ്. സാധാ സൈൻ വേവ് വരച്ചത് ഫേസ് 1. പിന്നെ ഒന്ന് കളർ മാറ്റി പിടിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാനിവിടെ കളർ മാറ്റാൻ വേറൊരു റെഡ്, യെല്ലോ, ബ്ലൂ എന്നുള്ള രൂപത്തിലാണ് വരിക. യെല്ലോ. ഇനി നിങ്ങൾ നോക്കിയ 3 ഫേസ് ഉണ്ട് ട്ടാ. 3 ഫേസ് 120, 3 ഫേസ് സിസ്റ്റത്തിൽ 120 ഡിഗ്രിയിലാണ്. അത് ക്ലിയർ ആകുന്നില്ലല്ലോ, യെല്ലോ റെഡ് പറഞ്ഞാ പറയാം. 120 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് ഈ 3 ഫേസ് സിഗ്നൽ ഉണ്ടാകുക ട്ടാ. ഒന്നാമത്തെ നമ്മൾ ഈ ഡയറക്ഷനിൽ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് കാണിച്ച് എന്റെ 120യിലാണ് രണ്ടാമത്തെ ആള്. അതും കഴിഞ്ഞിട്ടാണ് അല്ലെ, ഒരു 120 ഡിഗ്രി കൂടി കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ആള് വരുന്നത്. എല്ലാവരും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് ഉള്ളത്. നോക്കിയാൽ 120 ഉണ്ടാവും ട്ടാ. അപ്പൊ ആദ്യം നമ്മള് ഒന്നാമത്തെ ആളെ വരച്ചു, ഫേസ് 1നെ വരച്ചു. ഇനി രണ്ടാമത്തെ ആളെ വരക്കണ്ടേ, ബ്ലാക്കിൽ വരക്കാം. രണ്ടാമത്തെ ആളെ നിങ്ങൾ അപ്പൊ തുടങ്ങേണ്ടത് ഒരു 120 ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 90 ഡിഗ്രി നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാം, പീക്ക് വരുന്നതാണ് 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് വരക്കുക. 120 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും ഒരു സൈൻ വേവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ ആളില്ലേ, ഇതാണ് ഫേസ് 2. മൂന്നാമത്തെ ആള് ഫേസ് 3. അത് ഇതാ, ഇയാളെ 90 ഡിഗ്രി കഴിഞ്ഞിട്ട്, ഇയാളെ 90 ഡിഗ്രി ഇവിടെ അല്ലേ, രണ്ടാമത്തെ ആളെ 90 ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് ഇവിടുന്ന് വരക്കുക. ഇതാണ് ഇനി മൂന്നാമത്തെ ആളെ വരക്കേണ്ടത് ട്ടാ. ഇത് വേറൊരു കളറിൽ ഡാർക്ക് ആയിട്ടുള്ള കളർ വരക്കുക. ഇതാ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇത് കമ്പൈൻ ചെയ്യണം അല്ലെ, 0യിലേക്ക് കമ്പൈൻ ചെയ്യണം. അപ്പൊ ഇത് ഫേസ് 2ൻ്റെത് ഒരു നെഗറ്റീവിലാണ് വരിക. ഇത് ഇവിടെ നെഗറ്റീവ്. ഇതാണ് ഫേസ് 2ൻ്റെത്. കളർ മാറിപ്പോയല്ലോ, ഫേസ് 2 ബ്ലാക്ക് അല്ല. അപ്പൊ അതിനെ കമ്പൈൻ ചെയ്യാൻ നെഗറ്റീവിലേക്ക് ഫിക്സ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് നല്ലോണം ട്രാവൽ ചെയ്യാനുണ്ട് അല്ലേ. 60 ഡിഗ്രിയിലാണ് ഇതിന്റെ 0 വരിക. ഈ രണ്ടും കമ്പൈൻ ചെയ്യുന്ന ഇവിടെയാണ് പീക്ക്. അതേ ആ രൂപത്തിൽ ഇവിടെ പീക്ക് വന്ന് 60 ഡിഗ്രിയിൽ 0 രൂപത്തിൽ വരക്കണം. ഇത് നിങ്ങൾ വരച്ച് പഠിച്ചാൽ ഇതൊരു അസൈൻമെന്റ് ആയിട്ട് തരാം ട്ടാ. അപ്പൊ ഇതിന്റെ വരക്കേണ്ടത് നോക്കുക. രണ്ടാളും കമ്പൈൻ, രണ്ടാളും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ലേ, അവിടെയാണ് ഇതിന്റെ നെഗറ്റീവ് പീക്ക് വരുന്നത്. ഇത്ര നിങ്ങൾ കൂടുതൽ വരക്കണ്ട, ഇത്ര വരച്ചാൽ മതി. 60യിൽ എത്തുമ്പോൾ ആണ്, 60 ഡിഗ്രിയിലാണ് 0 ട്ടാ. 0 കട്ടിങ് ഒരു പോസിറ്റീവിൽ കാണിക്കുക. ഇങ്ങനെയാണ് 3 ഫേസ്. ഇത്ര മാത്രം വരച്ചാൽ മതി, കൂടുതൽ വേണ്ട, ഇത്രയും പോയിന്റ്സ് മതി. അപ്പൊ ആദ്യം വരക്കുക, ആദ്യം ഒറിജിനൽ സൈൻ വേവിനെ വരക്കുക. പിന്നെ 120 90 കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളെ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ആള് കിട്ടി. മൂന്നാമത്തെ ആള് പിന്നെയും സ്ലോ ആയിട്ടേ വരുന്നുള്ളൂ അല്ലെ. മൂന്നാമത്തെ ആള് ഇയാള് രണ്ടാമത്തെ ഫേസ് 2ന്റെയും 120 കഴിഞ്ഞിട്ടേ വരൂ അല്ലെ. ഇതാണ് പീക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരക്കുക, സൈൻ വേവ് വരക്കുക. ഇനി ഇതിനെ ബാക്കോട്ടേക്ക് 0യിലേക്ക് ടച്ച് ചെയ്യിക്കണ്ട. അപ്പൊ ഫേസ് 2ന്റെ ആദ്യം വരക്കുക, ഫേസ് 2 നെഗറ്റീവിൽ എത്തിക്കുക. ഇയാളെ വരക്കുമ്പോഴാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ രണ്ടാളെയും ടച്ച് ചെയ്യുന്ന ഭാഗമില്ലേ, അവിടെയാണ് ഇയാളെ നെഗറ്റീവ് എത്തേണ്ടത്. 60യിൽ എത്തുമ്പോൾ അയാൾ 0യിൽ എത്തണം, ഫേസ് 3. ഇപ്പൊ ഇവിടുന്ന് നെഗറ്റീവിലെത്തി അല്ലെ. 60യിൽ നിങ്ങൾ വരച്ച് പഠിക്കുക, ഒന്ന് രണ്ടോട്ടം വരച്ചാൽ കിട്ടും അത്. ഇങ്ങനെയാണ് ഇത് വരക്കേണ്ടത്.
അപ്പൊ ഈ വരച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെ ചെയ്യാം. മാത്തമാറ്റിക്കൽ ആയിട്ട് ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല. ഇനി നിങ്ങൾ നോക്കുക റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കിട്ടുന്നുള്ളത്. അപ്പൊ ആദ്യം തീറ്റ 0 ഡിഗ്രിയിൽ നോക്കുക. ഏതെങ്കിലും ഒരു ഫേസ് എപ്പോഴും 0 ആയിട്ട് വരും കേട്ടോ. 0 ഡിഗ്രിയിൽ നോക്കിയട്ടെ, ഫേസ് 1ന്റെ വാല്യൂ 0 ആയിരിക്കും അല്ലെ. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ പീക്ക് വാല്യൂ. ഇപ്പൊ തീറ്റ 0യിൽ നോക്കിയട്ടെ, ഇയാള് നമ്മളെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ 0 അല്ലേ. ബാക്കി രണ്ടാളേ ഉള്ളൂ, ഒരാൾ പോസിറ്റീവിലും ഒരാൾ നെഗറ്റീവിലും. ആരാണ് പോസിറ്റീവ് കിടക്കുന്നത്? നോക്കണത് ഫേസ് 3 ആണ് പോസിറ്റീവ് കിടക്കുന്നത്, ഫേസ് 2 നെഗറ്റീവിലാണ് കിടക്കുന്നത് അല്ലെ, തീറ്റ 0യിൽ. അപ്പൊ നിങ്ങളുടെ ഭാഗ്യത്തിന് അതിന്റെ വാല്യൂ ഇതാണ് വരിക, √3/2 എന്നുള്ള വാല്യൂ ആണ്, × 5m എന്നുള്ള വാല്യൂ ആണ് വരിക കേട്ടാ. sin 60 അല്ലേ, sin 30 ആ രൂപത്തിലാണ് വരുന്നത്. ഇപ്പൊ നോക്കുക, √3/2 എന്നുള്ള × 5m എന്നുള്ള രൂപത്തിലാണ് വാല്യൂ വരിക എല്ലാ സമയത്തും. തീറ്റ 0യിലും 60യിലും ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ വരിക. നമ്മൾ ഏതൊക്കെ വാല്യൂ എടുക്കുക വെച്ചാൽ 0യിൽ എടുക്കും, 60യിലെ പോയിന്റ് എടുക്കും. ഇത് എത്രയിലെ 120 അല്ലേ, 120, 180 അത്രമാത്രം പോയിന്റ് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2-3 പോയിന്റ് പറഞ്ഞാൽ മതി. നമുക്ക് ഏകദേശം കറങ്ങുന്ന കിട്ടിയാൽ മതി, 3-4 പോയിന്റ്സ് കിട്ടിയാൽ മതി. അപ്പൊ ആദ്യം തീറ്റ 0യിൽ നോക്കിയാട്ടെ, വാല്യൂ 5-1 0 ആണ്. ഫേസ് 2ന്റെ ഫ്ലക്സോ, ഫേസ് 2ന്റെ ഫ്ലക്സ് -√3/2 ആണ്. ഭാഗ്യത്തിന് ആ വാല്യൂ ആണുള്ളത്, എല്ലാം ഒരേ വാല്യൂ ഉള്ളൂ. 5-3 സെയിം വാല്യൂ ആണ് വരിക, പക്ഷെ ഡയറക്ഷൻ പോസിറ്റീവ് √3/2. അപ്പൊ ഇത് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ ഫ്ലക്സിന്റെ ഇത് നമ്മൾ ആദ്യം വരക്കുക. അപ്പൊ 5-1 0 ആണ്, അപ്പൊ അതുണ്ടാവില്ലല്ലോ. 5-1 0 ആണ്, അതുണ്ടാവില്ല. ആരേ ഉള്ളൂ? 5-2 പോസിറ്റീവ്. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അല്ല, 5-2 നെഗറ്റീവ് ആണ്. ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ഡോട്ടർ ലൈനിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരക്കുക. ഇങ്ങനെ വരക്കുക, 5-2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരക്കുക. 5-3 പോസിറ്റീവ് ആണ്, അപ്പൊ ഈ ഡയറക്ഷനിൽ തന്നെ വെച്ചാൽ മതി. 5-3 ഡയറക്ഷനിൽ വെക്കുക. ഇനി ഇത് രണ്ടും കൂടിയിട്ടുള്ള സമ്മാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി പാരലോഗ്രാം ആണ് വരക്കേണ്ടത്. ഇതിന്റെ പാരലായിട്ട് ഈ പോയിന്റ് ഒന്ന് വരക്കുക. അതുപോലെ ഈ ലൈനിന്റെ പാരലായിട്ട് ഇവിടെ നിന്നും വരക്കുക. ഈ ഇവിടുന്ന് ഇതാണ് റിസൾട്ടന്റ്. ഒന്ന് ഇതിൽ ഞാൻ വരക്കാം. ഇതാണ് രണ്ടാമത്തെ 5-2. അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരക്കുക. 5-2. 5-3 പോസിറ്റീവ് തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലെ. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കറിയാം 5-3 ഇതല്ലേ പോസിറ്റീവ് ആണ്. ഇതിങ്ങനെ വരും. ഈ രണ്ടുമാണ് നമ്മുടെ ഫ്ലക്സിന്റെ ഫേസർ ഡയഗ്രാം. ഇനി ഇതിന്റെ സം റിസൾട്ടന്റ് കിട്ടണ്ടേ, അപ്പൊ പാരലായിട്ട് വരക്കുക. ഇതിന് പാരലായിട്ട് ഇവിടെ വരക്കുക, ഡോട്ടറിൽ വരച്ചാൽ മതി. ഇതിന് പാരലായിട്ട് ഇവിടെയും. അപ്പൊ ഇതിന്റെ സമ്മേഷൻ ഇങ്ങനെയാണ് കിട്ടുക. രണ്ടും കൂടി സം ചെയ്താൽ ഇവിടെ നിന്ന് ആ ഡയഗണൽ വരക്കുക അല്ലെ. ഒറിജിനലിൽ നിന്ന് രണ്ടും കൂടിയുള്ള ഈ ഡയഗണൽ ഇവിടെ നിന്ന് വരക്കുക, പാരലോഗ്രാമിന്റെ ഡയഗണൽ. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. അപ്പൊ അത് √3/2 ഇതിന്റെ വാല്യൂ കിട്ടുക 3/2 1.5 FM ആണ് കിട്ടുക കേട്ടോ. അതിന്റെ ഇക്വേഷൻ വരിക, അത് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല. ഇക്വേഷൻ ശരിക്കും ഇതിന്റെ ആംഗിൾ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ഇത് പഠിക്കണമെന്നില്ല. 3/2 FM ആണ് വരിക. കാരണം ഇതിന്റെ ആംഗിൾ നോക്കിയാട്ട് നിങ്ങൾ ഇവിടെ ടോട്ടല് 120 ഡിഗ്രി, ഇത് പകുതി എടുക്കുമ്പോൾ ഇത് 60 ആയി, ഇവിടെ 60 ആയി, ഇത് 60 ആയി. അപ്പൊ ഇതോ ഇതിന്റെ പകുതി 30 ഡിഗ്രി അല്ലേ കിട്ടുക. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് കിട്ടുക അല്ലെ. ടോട്ടല് 120, അതിന്റെ പകുതി 60, ഇത് 60-ലല്ലേ, 60ന്റെ പകുതി 30. അപ്പൊ ഇതിന്റെ ശരിക്കും ഈ വാല്യൂ വരിക എന്ന് പറഞ്ഞാല് ഇവിടുത്തെ √3/2 FM cos 30 അതാണ് ഇവിടെ വരിക. ഇവിടെ അതേപോലെ വരുന്നില്ലേ, ഇവിടെയും 30 ആണുള്ളത്, ഇവിടെയും √3/2 cos 30. അപ്പൊ 2 ടൈംസ് അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഭാഗ്യത്തിനെല്ലാം ഒരേപോലത്തെ വാല്യൂ ആ. അപ്പൊ ഇത് രണ്ട് സം ചെയ്താൽ കിട്ടുക 1.5 FM എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ രണ്ടും സം ചെയ്താൽ 1.5 FM കിട്ടും നിങ്ങൾ പറഞ്ഞാൽ മതി. മാത്തമാറ്റിക്കൽ ആവശ്യമില്ല കേട്ടോ. സം ചെയ്താൽ 1.5 FM കിട്ടും. ഇത് തീറ്റ = 0 ഡിഗ്രിയിലാണ്. ഇനി നമുക്ക് തീറ്റ 60 ഡിഗ്രിയിൽ നോക്കാം, അതാ എളുപ്പം. 60 ഡിഗ്രിയിൽ എത്തുമ്പോൾ നോക്കിയാട്ടെ, ഫേസ് 1 0 ആയില്ലേ, ഫേസ് 1 0 ആയി. ഫേസ് 2 നമുക്ക് തീറ്റ 60യിൽ എടുക്കാം. ഫേസ് 1 ഇവിടെ അല്ല 60, എന്തൊരു വ്യത്യാസം ഉണ്ടല്ലോ. ക്ലിയർ ആക്കിയിട്ട് പറയാം. ഇത് ഫേസ് 3 ആണ് 0 കേട്ടാ.
ശ്രദ്ധിക്കാണ്ട് എല്ലാം ഒരേ കളർ നമുക്ക് കാട്ടാൻ നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഈ പോയിന്റ് ഏതാ? ഫേസ് 3 ആണ് 0 ആകുന്നത് അല്ലെ? 60 ഡിഗ്രിയിലെത്തുമ്പോൾ ഫേസ് 3 ആണ് 0. ഫേസ് 1 ഫേസ് 1 ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഉള്ളത്. അപ്പൊ അതെല്ലാം √3/2 ആയിരിക്കും കേട്ടോ. നെഗറ്റീവ് ഉള്ളത് -√3. അപ്പൊ ഫേസ് 1 നോക്കിയാൽ മതി, √3/2 പോസിറ്റീവാ. ഫേസ് 2 നോക്കിയാട്ടെ, ഇതല്ല ഫേസ് 2. ഫേസ് 2 ഒരു നെഗറ്റീവ് വാല്യൂ ആണ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ -√3/2 5FM ആണ് വരിക. അപ്പൊ ഫേസ് 1 അപ്പൊ നോക്കുക, ഫേസ് 3 0, ഫേസ് 1ന്റെ വാല്യൂ √3/2. ഇയാളെ വാല്യൂ ഫേസ് 3 0 ഇതുപോലെ വരും. ഫേസ് 3 0, ഫേസ് 2 മൈനസ് അല്ലെ? ഫേസ് 2 മൈനസ്, ഒന്ന് ശ്രദ്ധിക്കണം അത് വരക്കുന്നത്. ഫേസ് 1 പോസിറ്റീവ്, ഫേസ് 1 പോസിറ്റീവ്. പിന്നെ ഈ ഡയറക്ഷനിൽ നമ്മൾ വരയ്ക്കാൻ മതി കേട്ടോ. ഫേസ് 1 പോസിറ്റീവ്, അപ്പൊ ആ ഡയറക്ഷൻ അവിടെ കീപ്പ് ചെയ്യുക. ഫേസ് 2 നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ, അവിടെ നിന്ന് നെഗറ്റീവിൽ വരയ്ക്കുക. ഇത് രണ്ടും സം ചെയ്യുക. രണ്ടും സം ചെയ്യുമ്പോൾ അല്ലെ പാരലോഗ്രാം വരയ്ക്കുക. റിസൾട്ടന്റ് ഇങ്ങനെ കിട്ടും. അപ്പൊ ആദ്യത്തെ ഡയറക്ഷൻ ഏതായിരുന്നു? തീറ്റ 0 ആകുമ്പോൾ ഒരു 3-4 പോയിന്റ് എടുത്താൽ മതി. തീറ്റ 0 ആകുമ്പോൾ റിസൾട്ടന്റ് കുത്തനെ താഴോട്ടാണ്, ഇവിടെ താഴോട്ടായിരുന്നു അല്ലെ? ഇതാണ് തീറ്റ 0-ല്. തീറ്റ 60 ആകുമ്പോൾ ഇങ്ങനെ വന്നു. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി, 60-ൽ നോക്കിയാൽ മതി, 60 കൂട്ടിയാൽ മതി. തീറ്റ 120 ആകുമ്പോൾ 90 കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഈ പോയിന്റ്. ആരാണ് 0? ഫേസ് 2ന്റെ ആണ് 0 വരിക. അങ്ങനെ നോക്കിയിട്ടാണ് എടുക്കുക കേട്ടോ. ഫേസ് 2 0 ആവും. ഫേസ് 1 ഇത് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്, വരയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഫേസ് 1 0, ഏതെങ്കിലും 0. അപ്പൊ എന്താ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരിക. ആദ്യം തീറ്റ 0 ആകുമ്പോൾ താഴോട്ട്, 60 ആകുമ്പോൾ ഈ ഡയറക്ഷൻ വന്നു, 120 ആകുമ്പോൾ ഈ ഡയറക്ഷൻ അല്ലേ? അപ്പൊ എങ്ങനെയാ? ആദ്യം ഇങ്ങനെ വന്നു, 60 ആകുമ്പോൾ ഇതുപോലെ വന്നു, 120 ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 60 ഡിഗ്രിയിൽ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്ത്, ഇനി 180 എത്തുമ്പോൾ ഇവിടുന്ന് 60, 240 ആകുമ്പോൾ ഇവിടുന്ന് 60. ഇപ്പൊ നോക്കിയട്ടെ, ഇങ്ങനെയാണ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. നമ്മൾ കൊടുത്തിരിക്കുന്ന 3 ഫേസ് സിസ്റ്റം ആണ്, കിട്ടുന്നതോ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടുക. ഇങ്ങനെയാണ് റൊട്ടേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഇത് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഇതിന്റെ 4th മോഡ്യൂളിന്റെ വേറെ അസൈൻമെന്റ് ഞാൻ തരുന്നില്ല ഇതില്. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വരയ്ക്കുക, കളറൊക്കെ മാറ്റിയിട്ടൊന്ന് വരക്കുന്നതായിരിക്കും നല്ലത്. തൽക്കാലം നമുക്ക് ഇതിൽ നിർത്താം ഇന്നത്തേത്. ഏതായാലും ഇപ്പൊ മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ എല്ലാത്തിലും നിങ്ങൾ നോക്കിയാൽ കിട്ടുക 3/2 FM ആണ് കിട്ടുക. കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടന്റ് ഫ്ലക്സ് ആണ് കിട്ടുക കേട്ടോ. ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഫോഴ്സും റൊട്ടേറ്റിംഗ് ഫോഴ്സും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? റൊട്ടേറ്റിംഗ് ഫോഴ്സും കോൺസ്റ്റന്റ് ആണ്. ഇനി റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് നമ്മൾ ആദ്യം പറഞ്ഞ 120 f/p-യിലാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്യുക. ഇത് കാരണം റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഇല്ലേ, അത് 120 f/p ആണ്.